ഇപ്പോൾ ഒരാഴ്ച മീതിയായിട്ട് ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത്രയും ദേഷ്യപ്പെട്ട് ഈ വികൃതമായിട്ടൊക്കെ ഒരു ബഹുമാനപ്പെട്ട കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ അപമാനിച്ച് ഇങ്ങനെ പരിഹസിച്ച് നിങ്ങൾ പബ്ലിക് സർവൻ്റാണെന്നൊക്കെ വിളിച്ചു കൂവി എന്തിനാണ് അവിടെ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയുന്നത്? ഒരിക്കലും അവളുടെ വർത്തമാനത്തിൽ ഒരിക്കലും ഒരു അപ്പം നഷ്ടപ്പെട്ട വേദനയല്ല അവൾ പങ്കുവെക്കുന്നത്. മറിച്ച് ഈ മുഖ്യമന്ത്രിയെ കുറച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ ഒരാഴ്ചക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ അവളും അവളുടെ ആങ്ങളെയും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 10 വർഷം ഭരിച്ചിരുന്ന ആ പിണറായി വിജയൻ കടലിലെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സംരക്ഷണം ഒരു പദ്ധതി ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കൊച്ചിൻ്റെ അപ്പന് ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് കേരളത്തിലെ ഏത് കണ്ണുവട്ടന്മാർക്കും ജനങ്ങൾക്കും മനസ്സിലാകും, അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 10 വർഷം ഭരിച്ചിരുന്ന പിണറായിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും വെറും 3 മാസങ്ങളായിട്ട് ജോലി പഠിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന വ്യക്തികളല്ലേ ഇതിനെല്ലാം സംരക്ഷണ പദ്ധതി തുടങ്ങി വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് ശരിയായി കൊണ്ടുപോകേണ്ടതൊക്കെ അവരുടെ കടമയും കർത്തവ്യമാണ്. എന്തുകൊണ്ട് പിണറായി ചെയ്തില്ല? എന്നിട്ട് അവൾ ഒരിക്കലും പിണറായിയെക്കുറിച്ച് ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. മുൻപ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു വാക്കുപോലും അവൾ പറഞ്ഞില്ല. വെറും 3 മാസം മാത്രമായിട്ടുള്ള PG സതീശനെ കുറിച്ചാണ് നിരന്തരം സോഷ്യൽ മീഡിയ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? അപ്പോൾ എന്തുകൊണ്ട് പിണറായിയെക്കുറിച്ച് ഒരു വാക്കും അവൾ പറയുന്നില്ല എന്ന് മനസ്സിലാക്കണം, അല്ലേ? ആധുനിക കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? ഓക്കിയടക്കം വലിയ ദുരന്തങ്ങൾ പിണറായി ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. മുതലപ്പുഴയിൽ ഒക്കെ കുറേ ആളുകൾ മരിക്കുന്നത് നിത്യസംഭവങ്ങളായിട്ടും ആയിട്ടുണ്ട്, അല്ലേ? എന്നിട്ടും കടലിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാൻ പിണറായി തയ്യാറായില്ലേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും PG സതീശാണ് കുറ്റപ്പെടുത്തലും മക്കൾക്ക് ഒരു കുറ്റം കിട്ടാൻ പോണില്ല. സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ മുഖം കണ്ടെന്ന് അറിയാം LDF തനി ആളാന്നുള്ളത്. അതുകൊണ്ടാണ് അവൾ നിരന്തരം അപ്പനെ കാണാത്തതല്ല വിഷമം, അപ്പനെ കിട്ടുന്നതല്ല അവൾക്ക് വിഷമം. PG സതീശാനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് അവളും അവളുടെ ആങ്ങളെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലേ? നമ്മൾ കുറേ നാളായിട്ട് ഈ വാർത്ത മാത്രമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?